നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സീരീസിൻ്റെ 8ാമത്തെ വീഡിയോ ആണ് ഇന്ന് വരുന്നത്. നിങ്ങൾ ഈ കഴിഞ്ഞ വീഡിയോസിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് ശ്രദ്ധിച്ചായിരുന്നോ? ഓരോരുത്തർക്കും കിട്ടുന്ന റിസൾട്ടുകൾ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? നിങ്ങൾക്ക് എത്ര റിസൾട്ട് കിട്ടിയെന്ന് കമൻ്റ് ഇടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഡയറ്റ് ആൻഡ് വർക്കൗട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് നല്ല ഗംഭീര റിസൾട്ട് കിട്ടുന്നുണ്ട്. ഡയറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, വാമപ്പും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ചില ഫുഡുകളുടെ വീഡിയോയും ഞാനവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എന്നിട്ട് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗംഭീര റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് സെറ്റിലോട്ട് കിടക്കുവാണ് കേട്ടോ. എപ്പോഴാണെങ്കിലും നമ്മുടെ ഇൻറ്റസ്റ്റൈനിന് ഭയങ്കര ഈസിലി ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫുഡുകൾ കഴിച്ചുകൊണ്ട് വെയിറ്റ് റിഡക്ഷന് വേണ്ടി ശ്രമിക്കുക. 3 നേരവും ഭക്ഷണം എടുത്തുകൊണ്ട് വെയിറ്റ് റിഡക്ഷന് വേണ്ടി ശ്രമിക്കുക. പോർഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ന്യൂട്രീഷനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാതെ, അതായത് ഇപ്പോൾ കാർബിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നു, അല്ലെങ്കിൽ പ്രോട്ടീനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നു, അല്ലെങ്കിൽ ഫാറ്റിനെ മുഴുവനായിട്ടും വേണ്ടെന്ന് വെക്കുന്നു എന്ന് പറയരുത്. ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് റിക്വയർഡ് ആണ്. ഈ 3 ന്യൂട്രീഷനെയും പ്രോപ്പറായിട്ട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഡയറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് റിഡക്ഷൻ പോസിബിൾ ആവുള്ളൂ. ഷുഗറിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക, ധാരാളം വെള്ളം കുടിക്കുക, ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും എടുക്കുക. പ്രോട്ടീനെ അതിനിടയിൽ ഇൻക്ലൂഡ് ചെയ്യുക. പ്രോട്ടീൻ മാത്രമായിട്ട് എടുക്കാതെ കാർബോഹൈഡ്രേറ്റ്സിനെ മിസ് ചെയ്യാതിരിക്കുക. ഒരു നേരം കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാതെ ഡയറ്റ് എടുക്കരുത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡയറ്റ് ആൻഡ് വർക്കൗട്ടിനെ പറ്റി പറയാനുള്ളത്. വർക്കൗട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു വാമപ്പ് ചെയ്യുക. വാമപ്പ് ചെയ്യുന്ന അതേ വീഡിയോ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള അതേ വീഡിയോ തന്നെ സ്ട്രെച്ചിങ് ആയിട്ടും കൂടി ചെയ്തിട്ട് അവസാനിപ്പിക്കുക. വിഗറസ്ലി വർക്കൗട്ട് ചെയ്യാതിരിക്കുക. ഏതെങ്കിലും വർക്കൗട്ട് ചെയ്യുമ്പോൾ ബോഡിക്ക് സിവിയർ ആയിട്ട് പെയിൻ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക. വളരെ ഈസി ആയിട്ടുള്ള വർക്കൗട്ടുകളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഞാൻ ചെയ്യുന്നുണ്ട്, കൂടെ നിങ്ങൾക്കും ചെയ്യാം. അപ്പോൾ റെഡിയാണല്ലോ? ഓക്കെ, ആദ്യത്തെ സിമ്പിളായിട്ടുള്ള വർക്കൗട്ട്, കൈ ഇങ്ങനെ മിഡിലോട്ട് ടൈറ്റായിട്ട് പിടിച്ചിരിക്കുക. എന്നിട്ട് ഒരു സൈഡിലോട്ട് ഫുൾ ബോഡി ഒരു സൈഡിലോട്ട് കൊണ്ടുപോകും. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. അടുത്ത എക്സസൈസ് ഒരു സൈഡിലോട്ട് ഇങ്ങനെ കാല് പൊക്കിയിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. അടുത്ത എക്സസൈസ് ഇങ്ങനെ നിന്നുകൊണ്ട് ബാക്കിലോട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14
15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. യെസ്, റിലാക്സ്. അടുത്ത എക്സസൈസ് ബെല്ലിയുടെ സൈഡ് ഫാറ്റ് കുറയുന്നതിന് സഹായിക്കുന്ന നല്ലൊരു കിടിലൻ എക്സസൈസാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ പിടിച്ച് 1, വിടരുത്, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. റിലാക്സ്. അടുത്ത സൈഡും അതുപോലെ. സ്ലോലി 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5. 25 റിപ്പിറ്റേഷൻ. റിലാക്സ്. അടുത്ത എക്സസൈസ് വീണ്ടും ബെല്ലി ഫാറ്റ് റിഡക്ഷന് നല്ല പോലെ സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. നല്ലൊരു സ്ട്രെച്ചിങ് കൂടിയാണ്. നല്ല പോലെ ബാക്കിലോട്ട് പോയിട്ട് അങ്ങനെ നിന്നേക്കുക കുറച്ച് സമയം, ബാക്ക് ഒന്ന് ഓക്കെ ആവുന്നത് വരെ. ഓക്കെ, കുറച്ച് ഹെവി എക്സസൈസുകളല്ലേ ചെയ്തത്, അപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആവട്ടെ ബാക്ക്. എന്നിട്ട് സ്ലോലി മെല്ലെ മെല്ലെ ഉയർന്ന് പോയിക്കുക. ഇതേപോലെ തന്നെ ആ കൈയുടെ കെട്ടുണ്ടല്ലോ, ലോക്ക്, അത് അഴിയാൻ പാടില്ല കേട്ടോ. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. That's it. Relax. ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ അടുത്ത എക്സസൈസ് ചെയ്യാം കേട്ടോ. സ്ലോലി ഒരു സൈഡിലോട്ട് ഇതേപോലെ ഇങ്ങനെ കൈകുത്തി വന്നാൽ മതി. അപ്പോൾ അടുത്ത സൈഡിലെ കാല് നല്ലോണം നീട്ടി വെച്ചേക്കണം എന്ന് മാത്രം. ഓക്കെ, 1, 2, നന്നായിട്ട് വലിയ, 3, 4, 5,
6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇത്രയും എക്സസൈസുകൾ അപ്പർ ബോഡിക്ക് വേണ്ടി ചെയ്തു. ഇനി നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്യുവാണ്. ജസ്റ്റ് ഇതുപോലെ. നിങ്ങൾക്ക് ഈ സ്ട്രെച്ചിങ് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ചെയ്യാവുന്നതാണ്. ഞാൻ സ്ട്രെച്ച് ചെയ്യാറുണ്ട് ഓരോ വർക്കൗട്ട് ചെയ്യുമ്പോഴും. അത് നമ്മുടെ ബാക്കിനും നമ്മുടെ ഷോൾഡറിനും എവിടെയും പെയിൻ വരാതിരിക്കുന്നതിന് നല്ലപോലെ സഹായിക്കും. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രെച്ചിങ് ചെയ്യാം. എന്താണെങ്കിലും ഒരു വർക്കൗട്ട് കഴിഞ്ഞ് അടുത്ത വർക്കൗട്ടിൽ എനിക്കിങ്ങനെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ കേട്ടോ. അവിടെ വന്ന് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഒരു വർക്കൗട്ട് കഴിഞ്ഞ് അടുത്ത വർക്കൗട്ടിലോട്ട് കയറുമ്പോൾ പെട്ടെന്ന് പോസ്റ്റേഴ്സ് ചേഞ്ച് ചെയ്യാതിരിക്കുക. ഓക്കെ, നമ്മുടെ ശരീരം ഒരുപാട് നെർവുകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ്. അതിനൊന്നും എവിടെയും ലോക്ക് വീഴുകയോ ഉളുക്ക് വരികയോ ഒരു പ്രോബ്ലം സംഭവിക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് കെയർഫുള്ളി ചെയ്യണം എന്ന് പറയുന്നത്. ബാലാസനയിൽ റെസ്റ്റ് എടുക്കാം, പാദഹസ്താസന ചെയ്യാം, അധോമുഖ ശ്വാനാസന ചെയ്യാം. ഇഷ്ടമുള്ളതൊക്കെ ചെയ്തുകൊണ്ട് പോസ്റ്റേഴ്സ് ചെയ്തുകൊണ്ട് റിലാക്സ് ചെയ്യാം കേട്ടോ. ഈ പോസ്റ്റർ ഇപ്പം ഞാൻ ചെയ്യുന്നത് റാബിറ്റ് പോസ്റ്റ് ചെയ്യാം. ഇഷ്ടമുള്ള പോസ്റ്റേഴ്സ് ചെയ്യാം. ഓക്കെ, അടുത്ത എക്സസൈസ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 2 എക്സസൈസുകൾ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19 and 20. റിലാക്സ്. അതിനോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന അടുത്ത എക്സസൈസ് സ്ലോലി ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. അടുത്ത എക്സസൈസ് എൻ്റെ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്പീഡിൽ ചെയ്താൽ മതി കേട്ടോ. 1, 2, ഞാനത് സ്ലോ ആക്കിയിട്ട് 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36,
37, 38, 39, 40. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. That's it. Relax. അടുത്ത എക്സസൈസ് വീണ്ടും ഒരു സ്റ്റൂളിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. 1, 2, 3. ഇതൊക്കെ നല്ല എക്സസൈസുകളാട്ടോ. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്യുന്നുള്ളൂ. 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36. എന്ത് നല്ല എക്സസൈസാണ്. 37, 38, 39, 40. 1, ചെയർ സ്ലിപ്പ് ആവരുത് കേട്ടോ. 2, 3, 4, 5, 6, 7, 8, 9, 10. That's it. എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചെയർ അല്ലെങ്കിൽ സ്റ്റൂള് പ്രോപ്പറായിട്ടാണോ വെച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കൂ. അത് സ്ലിപ്പായി കൈ തെറ്റി വീണു എന്നൊന്നും പറയരുത് കേട്ടോ. അധികം ഡിസ്റ്റൻസ് വേണ്ട. ഓക്കെ, സ്ലോലി ചെയ്യുക, കൈ സ്ലിപ്പാവരുത്. ഓക്കെ, ഇങ്ങനെ വെച്ചതിന് ശേഷം ഓപ്പോസിറ്റ് കാലിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. That's it. Relax. ജസ്റ്റ് കാലുകളുടെ വിരലുകളിൽ നിന്നുകൊണ്ട് ആ ഹീല് ഒന്നിങ്ങനെ പൊക്കുന്ന രീതിയിൽ ഒന്ന് സ്ട്രെച്ചിങ് ചെയ്യൂ. 1, 10 റിപ്പീറ്റേഷൻ ചെയ്താൽ മതി. 2, ഹീല് മാത്രമാണ് പൊക്കുന്നത്. 3, 4, 5, 6, 7, 8, 9, 10. Yes, relax. സയറ്റിക് നെർവിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിനാണ് ഈ സ്ട്രെച്ചിങ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ എടുക്കും. ഈ സയറ്റിക് നെർവ് എന്ന് പറയുന്നത് ലോവർ ബാക്കിൽ നിന്ന് നമ്മുടെ 2 കാലുകളിലോട്ടും ഇറങ്ങുന്ന ആ നെർവാണ്. ഈ നെർവാണ് നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ ബാക്ക് സൈഡിലുള്ള മസിൽസിനെയും ലോവർ ലെഗിലെ മസിൽസിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ നമുക്ക് നടക്കുന്നതിനും ബാക്കിനും ഒക്കെ പെയിൻ എടുക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രെച്ചിങ് ചെയ്യുന്നത് കേട്ടോ. ബെല്ലിക്കുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ, അപ്പർ ബെല്ലിക്കുള്ളത് ചെയ്യുമ്പോൾ നമ്മൾ അപ്പർ ബോഡി ലിഫ്റ്റ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ നിങ്ങൾക്ക് പെയിൻ എടുക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞ റിപ്പീറ്റേഷൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുവാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16,
17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49 ആൻഡ് 50. ഇതേപോലെ തന്നെ അപ്പർ ബോഡി ലിഫ്റ്റ് ചെയ്തിട്ടാണ് അടുത്ത എക്സസൈസും ചെയ്യുന്നത്. സ്ലോലി ചെയ്യാം. 1, 2 രണ്ട് സൈഡിലോട്ടുമാണ്. 3, 4, 5, 6, 7, 8, 9 കാലകത്തി വെച്ചിരിക്കുവാണ്. 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. കാലുകൾ നല്ലപോലെ ടൈറ്റായിട്ട് കൂട്ടിപ്പിടിക്കുക. നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നത് ബാക്കിന് നല്ല റിലാക്സേഷൻ കിട്ടുന്നതിന് സഹായിക്കും. അഥവാ നിങ്ങൾക്ക് അപ്പർ ബോഡി ലിഫ്റ്റ് ചെയ്തിട്ട് പെയിൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. പെയിനല്ല, ഒരു എന്താ പറയുക, കടച്ചിൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. കഴയ്ക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, നല്ലപോലെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ചിട്ട് കേട്ടോ. ഓക്കെ, അടുത്ത എക്സസൈസ് ചെയ്യാം. സോ സ്ലോലി ചെയ്താൽ മതി. യെസ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. അടുത്തൊരു സിമ്പിൾ എക്സസൈസാണ്. അപ്പർ ബോഡി ലിഫ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുന്നത്. കൈ ഇങ്ങനെ വെച്ച് ജസ്റ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4,
5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. ബാക്കിലോട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. റിലാക്സ്. ഇനി ജസ്റ്റ് കാലുകൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു സൈഡിലോട്ടായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് റിലാക്സ് ചെയ്തേക്കുക. അത്രയേ ഉള്ളൂ. ഇന്നത്തെ എക്സസൈസ് അവസാനിക്കുവാണ്. തുടക്കത്തിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രെച്ചിങ് ചെയ്തിട്ട് വേണം ഇത് അവസാനിക്കുമ്പോഴും, വർക്കൗട്ട് സെറ്റ് അവസാനിക്കുമ്പോഴും അതേ സ്ട്രെച്ചിങ് തന്നെ ചെയ്തിട്ട് ഇത് അവസാനിപ്പിക്കുകയും വേണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വർക്കൗട്ട് വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. നാളെയല്ല, മറ്റന്നാൾ വരുന്നത് നമ്മുടെ 9ാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഗംഭീര റിസൾട്ട് കിട്ടുന്നുണ്ട്. നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഇൻസ്റ്റഗ്രാം ID @the_blogger എന്നുള്ളതാണ്. അപ്പോൾ അവിടേക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് അയക്കാം, കോൾ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിലാണത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തതിന് ശേഷം എനിക്ക് മെസ്സേജ് ഇടാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഫോളോ പോലും ചെയ്യാതെ എനിക്കൊരു ഡയറ്റ് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോട് എനിക്ക് വിനീതമായിട്ടുള്ള അഭ്യർത്ഥന, ഞാൻ ഫ്രീ ആയിട്ട് ക്ലാസ്സസ് എടുക്കുന്നത് യൂട്യൂബിലാണ്. യൂട്യൂബ് ഫോളോ ചെയ്യൂ, അവിടെ കമൻറ്റ് ഇടൂ നിങ്ങളുടെ റിസൾട്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് എന്നെ ഫോളോ ചെയ്യുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും കൂടെ നിൽക്കുന്നതിനും ഉപദേശിക്കുന്നതിനും എല്ലാത്തിനും ഒരുപാട് താങ്ക്സ്. അടുത്ത വീഡിയോ ആയിട്ട് നാളെ മറ്റന്നാൾ വരുന്നതായിരിക്കും. എല്ലാവരും കേട്ടുപിടിച്ചുമ്മ. ലവ് യു ആൻഡ് താങ്ക് യു.